നമ്മുടെ ആരോഗ്യത്തിന് കർക്കിടകത്തില് ദിവസേന കഴിക്കേണ്ട മരുന്നുണ്ടയാണിത്. ദിവസം ഒരെണ്ണം വീതം നമുക്കിത് കഴിക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാം കേട്ടോ. കാരണം ഞവര അരിയും എള്ളും നെയ്യും എല്ലാം ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞവര അരിയിലും എള്ളിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് കഴിക്കാനും മുടി വളർച്ചയ്ക്കും സന്ധിവേദന വാതരോഗം ഇതിനൊക്കെ നമ്മൾ ഈ ഞവരയരി കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുപോലെ കർക്കിടകത്തിൽ മാത്രമല്ല, നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. പിന്നെ കർക്കിടക മാസം എന്ന് പറയുന്ന മഴയല്ലേ, മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് ഈ വാതരോഗം സന്ധിവേദന നടുവേദന ഇതൊക്കെ ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മരുന്ന് കഞ്ഞി ഇതൊക്കെ കഴിക്കണം എന്ന് പറയണത്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ദിവസവും നമുക്ക് ഈ ഒരു ഉണ്ട കൊടുക്കാം കേട്ടോ. കാരണം അവർക്കുണ്ടാകുന്ന വിളർച്ച, രക്തക്കുറവ്, ഓർമ്മക്കുറവ്, അതുപോലെ തന്നെ വണ്ണം ഇല്ലാത്ത അവസ്ഥ ഇതിനൊക്കെ ഇത് കൊടുക്കുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാൻ പറ്റൂ കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. 200 ഗ്രാം വെച്ചിട്ട് ഞവരയരിയും എള്ളും എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി അതിലെ കരടൊക്കെ കളയുക. എന്നിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് നമ്മളിത് വറുത്തെടുക്കാം. എള്ളും ഞവരയരിയും സെപ്പറേറ്റ് വറുത്തെടുക്കുക. ഇത് വറുത്ത് മാറ്റിയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ജീരകം, അതായത് ചെറിയ ജീരകം, പിന്നെ ഒരു 6 ഏലക്കായും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതും മാറ്റിയതിനു ശേഷം നമുക്ക് ഒരു നാളികേരം, അതായത് ഒരു മുറി നാളികേരം കേട്ടോ ചിരകിയത്, അതും നെയ്യിൽ വറുത്തെടുക്കുക. ബ്രൗൺ കളർ ആകണ്ട, ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ചക്കരയാണ് എടുക്കുന്നത്. കരിപ്പെട്ടി ഉണ്ടല്ലോ, ശർക്കര എടുക്കുന്നില്ല, ചക്കര തന്നെ എടുക്കുക കേട്ടോ. കാരണം ചക്കര രക്തക്കുറവിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് 400 ഗ്രാമിന്റെ പാക്കറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിൽ 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ 1/4 കപ്പ് ഒഴിച്ച് അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അത് കട്ടിയായി പോയി. അപ്പൊ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുള്ള അരിയും അതുപോലെ തന്നെ എള്ള്, തേങ്ങ ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. സെപ്പറേറ്റ് പൊടിച്ചെടുക്കാം. അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിയൊക്കെ നന്നായിട്ട് പൊടിയണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ ചക്കര കൂടെ ചേർത്തിട്ട് വേണം, ചക്കര പാനി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചെറിയ ചൂടോടുകൂടി കുഴച്ചെടുക്കാം. പിന്നെ ഇനി വെള്ളം വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ സെപ്പറേറ്റ് നെയ്യ് കുറച്ചുകൂടി ചേർത്തായിരുന്നു. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ഉരുട്ടി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഉണ്ട ഉരുട്ടി വെക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചക്കര ചേർത്ത് നന്നായിട്ട് പൊടിയായിട്ട് എടുത്തു വെച്ചാൽ മതി. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് ഡെയിലി ഒരു 2 ടീസ്പൂൺ വെച്ചൊക്കെ കഴിച്ചാൽ മതി കേട്ടോ പൊടി. എല്ലാവരും ഇതുപോലെ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഒരു മാസം എന്തായാലും കഴിക്കാൻ നോക്കൂ കേട്ടോ. കുട്ടികൾക്കും കൊടുക്കാൻ ശ്രമിക്കൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു അളവിൽ എനിക്കൊരു 40-45ഓളം ഉണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്കൊരു 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.